ഹായ് കൂട്ടുകാരെ, പാലക്കാട് പുഷ്പോത്സവം വന്നതാണ്. ഞാനും മകളും കൂടെ പോയി ഒന്ന് കാണാൻ പോയതാണ്. നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇത് ഫ്രണ്ടാണ്, നമ്മൾ കയറി പോണ സ്ഥലമാണ്. അവിടെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഓരോരുത്തർ പല പല മോഡലിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് എല്ലാവരും. അങ്ങനെ നമ്മൾ പുഷ്പത്തിൻ്റെ അടുത്തേക്ക് വന്ന് കണ്ടില്ലേ, കവാടം പോലെ അവർ റിങ് പോലെയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടികളൊക്കെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി തുള്ളിച്ചാടിയാണ് അവിടെ നിന്നിട്ട്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാനാണ് ഉത്സാഹം. ഓരോന്ന് അവർ ഉണ്ടാക്കി വെച്ച് പൂ വെച്ചിട്ടും അവരെ കഴിവുകളൊക്കെ ഉണ്ടാക്കി നല്ല രസമുണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ. അങ്ങനെ അല്ലെങ്കിൽ ചെറിയ അരുവിയിൽ മീൻ അവർ അവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല രസമുണ്ട്, അതൊക്കെ കാണാനൊക്കെ ഭംഗിയുണ്ട്. നല്ല എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കട്ടെ. ഒരു ഗുഹ പോലത്തെ ഞങ്ങൾ അങ്ങോട്ട് കയറി. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ട് നല്ല ഇതിൽ ഇതാക്കിയിട്ടുണ്ട്. ആനയും ഓരോ മൃഗങ്ങളെ ഇതിലൊക്കെ പൂവ് വെച്ച് അലങ്കരിച്ച് നല്ല ഇതിൽ യഥാർത്ഥ പൂവൊന്നുമല്ല, പ്ലാസ്റ്റിക് പൂവാണ് കേട്ടോ. പേപ്പർ അങ്ങനെയൊക്കെയുള്ള പൂവാണ്. അല്ലേ തത്തേനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. വൈകുന്നേരം രാത്രി പോയാൽ സൂപ്പറാണ്. ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ കാണാൻ. ഞങ്ങൾ ഒരു 4 മണിക്കൊക്കെ പോയത്.
ജ്യൂസ് കഴിക്കാനൊക്കെ ഉള്ള ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജ്യൂസ് വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ടാണ് മേടിച്ച് കഴിക്കുക. ഞാൻ എൻ്റെ മോൾക്ക് ഒരു ജ്യൂസ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക്. ഒരാൾ എൻ്റെ ഇടയിൽ കൂടെ സ്കൂട്ടിയും കൊണ്ട് അങ്ങനെ ഓടിക്കുകയായിരുന്നു. നല്ല ഓരോന്നിനും പൂവൊക്കെ വെച്ച് നല്ല എന്താ മനോഹരമായി എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയിൽ മാന് എൻ്റെ ഉള്ളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. പിന്നെ ഇനി അടുത്ത് അവർ പൂവൊക്കെ വിൽക്കാനുള്ള സാധനങ്ങൾ വിൽപ്പനകൾ ഒരിടത്ത് ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിൽ മേടിക്കാം. അവിടെ ഉള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. അങ്ങനെ നോക്കുമ്പോൾ അവർ ഓരോന്നും ചെടിച്ചട്ടികളും വെച്ചിട്ടുണ്ട്. പ്ലെയിനൊക്കെ ഉണ്ടാക്കി ഓരോ സാധനങ്ങൾ അവർ വിൽക്കാനൊക്കെ. പണ്ടത്തെ മുട്ടായി, ഞാനൊരു പുളിമുട്ടായി വാങ്ങി. എൻ്റെ മകൾ വഴക്ക് പറയുകയാണ് കേട്ടോ പുളിമുട്ടായി വാങ്ങിയപ്പോൾ. അവൾക്കും ഇഷ്ടമാണ്. ഇവർ മുടീൻ്റെ ഹെയർ ഓയിലാണ്. ചേച്ചി എടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളതൊന്നും എടുത്തില്ല, വേണ്ടാന്ന് പറയുകയാണ് ഞങ്ങൾ. തുണികൾ മസാലക്കൂട്ടുകളൊക്കെയാണ് ഇതൊക്കെ. വാച്ച്, കരിപ്പൊട്ടിയാണ് ഞങ്ങൾക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തന്നത്. പാലക്കാടിൽ പനഞ്ചക്കര എന്നൊക്കെ പറയും. കമ്മൽ മാലയൊക്കെ ഉണ്ട്. അലുവ ടേസ്റ്റ് ചെയ്യാൻ തന്നു. അങ്ങനെ കുറച്ച് അലുവ വാങ്ങി ഞാൻ.
എനിക്ക് ഭയങ്കര ഇഷ്ടമായോണ്ടേ ഞാൻ കുറച്ച് അലുവ വാങ്ങി. കുറച്ച് വാങ്ങി കേട്ടോ, ടേസ്റ്റ് ചെയ്യാം. ബുക്ക് സ്റ്റോളുണ്ട്, ബുക്കുണ്ട്, നമുക്കിഷ്ടമുള്ളതൊക്കെ നമുക്ക് മേടിക്കാം. മുറുക്കുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, മിക്ക സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. എൻ്റെ മോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വേണ്ട വേണ്ടെന്ന് ഞാൻ പറയുക. അച്ചാർ ഐറ്റമൊക്കെ ഉണ്ട്, നല്ല നല്ല ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കളിക്കുന്ന സ്ഥലമാണ്, അങ്ങനെ ട്രെയിന് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് അപ്പം ഞങ്ങൾ ഒരു വള്ളത്തിൽ കയറി, നല്ല ഇതിൽ കാണുമ്പോൾ അങ്ങനെ കഴിഞ്ഞു.